നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന കല്ലൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സ്ഥലത്തിന് എന്താണ് പ്രത്യേകത. കുറേ കല്ലൊക്കെ പൊട്ടിയിട്ടിട്ടുണ്ട്. ഈ സ്ഥലത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. അത് ഞാൻ പുറകെ പറയാം. നമ്മൾ വന്നിരിക്കുന്നത് വിന്റർ വീക്കെൻഡിലാണ്. സ്വീഡനിലെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് വിന്റർ വീക്കെൻഡ്. ഈ ഒരു സ്ഥലത്തിൻ്റെ ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത് 1921 വരെ ഡൈനാമിറ്റ് നിർമ്മിച്ചിരുന്ന ഫാക്ടറി ആയിരുന്ന ഒരു സ്ഥലം ഇന്നൊരു മനോഹരമായ ഒരു കഫേ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 1891 മുതലാണ് ഇവിടെ ഡൈനാമിറ്റ് നിർമ്മിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് ആൽഫ്രഡ് നോബൽ അദ്ദേഹം ഇവിടെ ബ്ലാസ്റ്റുകളൊക്കെ നടത്തി പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്ന ബങ്കറുകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ആ കഫേയാണ് ഒരു കാലത്ത് 1921 വരെ ഡൈനാമിറ്റ് നിർമ്മിച്ചിരുന്ന ഫാക്ടറിയായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ഒരു റിക്രിയേഷൻ ഏരിയയാണ്. ഇവിടുത്തെ മണ്ണിലെല്ലാം തന്നെ ധാരാളം യുറേനിയം അതുപോലെയുള്ള പലതരം കെമിക്കൽസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് അവർ കൺവേർട്ട് ചെയ്തില്ല. അതിന് പകരമായിട്ട് ഇവിടുത്തെ ഒരു ലെയർ മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ഒരു റിക്രിയേഷൻ ഏരിയ ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക്ഹോമിലെ ലേക്ക് ആരൻ നദിയുടെ കരയിലെ മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്.